RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ രാത്രി നടന്ന ബോൺമൗത്തിന്റെ ഹോം ഗ്രൗണ്ട് നടന്ന ആഴ്സണൽ വേഴ്സസ് ബോൺമൗത്ത് മത്സരത്തെ കുറിച്ചാണ് പറയാനുള്ളത്. ഗംഭീര മത്സരമായിരുന്നു. 3-2 ആഴ്സണലിന്റെ വിജയം. ആഴ്സണൽ വിജയിച്ചു കൊണ്ടിരിക്കുകയാണ്. ചങ്ങായിമാര് ഈ സീസണിൽ ഈ പോക്ക് പോവുകയാണെങ്കിൽ ഇനിയുള്ള ഗംഭീര മത്സരങ്ങൾ ചെൽസിയായിട്ടും ലിവർപൂളായിട്ടും കൂടി ഉണ്ട്. ഈ ഒരു മാസം മത്സരം ഇതുകൂടി വിജയിക്കുകയാണെങ്കിൽ പിന്നെ പറയണ്ട. ഇപ്പൊ തന്നെ ലീഗിൽ തലപ്പത്താണ്. സിറ്റി ആയിട്ടുള്ള പോയിന്റ് വ്യത്യാസം വളരെ ദൂരെയാണെന്നുള്ള മനസ്സിലാക്കണം. നമുക്ക് ടേബിളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 20 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 15 വിജയവും 3 ഡ്രോയും 2 തോൽവി അടക്കം 48 പോയിന്റുമായിട്ടാണ്. സെക്കൻഡ് പൊസിഷനിലുള്ള ആരെന്നറിയാലോ? ഇപ്പോൾ ആസ്റ്റൺ വില്ലയാണ് 42 പോയിന്റുമായിട്ട് 20 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 13 വിജയവും 3 സമനിലയും 4 തോൽവി അടക്കം 42 പോയിന്റുമായിട്ട് 6 പോയിന്റിന്റെ വ്യത്യാസമാണ് ഉള്ളത്. 3-ാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ. സിറ്റി ഒരു മത്സരം കുറവാണ്. നാളത്തെ സിറ്റിയുടെ മത്സരം, ആ മത്സരത്തിന്റെ ഫലത്തിന് ശേഷമായിരിക്കും ആഴ്സണലിന്റെ ഇനിയും പോയിന്റ് ഗ്യാപ്പ് കൂടുതലില്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ബോൺമൗത്തായിട്ട് 3-2 വിജയമാണ്. ഡിക്ലൻ റൈസിന്റെ കിടും 2 ഗോൾ, അത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ച റീപ്ലേ എന്ന് വിചാരിച്ചു. 2 ഗോളും അമ്മാതിരി ഗോളുകളായിരുന്നു. ഒന്ന് നമ്മുടെ അവസാന എനിക്ക് ആ ഒരു അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് സാക്ക, അതിഗംഭീരമായിരുന്നു. ആ ചങ്ങായി അസിസ്റ്റ് കൊടുത്തു. അതേപോലെ അതിനു മുമ്പ് ഒരു അസിസ്റ്റും ഗംഭീരമായിട്ട്. രണ്ടും എനിക്ക് തോന്നുന്നു ആ ഒരു ഫോട്ടോ കോപ്പി പോലെ ഉണ്ടായിരുന്നു ആ അസിസ്റ്റുകൾ രണ്ടും. അതേപോലെ ഫസ്റ്റ് ഗോൾ തന്നെ ബോൺമൗത്താണ് സ്കോർ ചെയ്യുന്നത്. അതും നമ്മുടെ ഗബ്രിയലിന്റെ ഒരു കിഡിലൻ അസിസ്റ്റില്. എന്താണ് ഈ ചങ്ങായിക്ക് പറ്റിയെന്ന് എനിക്ക് മനസ്സിലായില്ല. ചങ്ങായി ബാക്ക് പാസ് കൊടുക്കുന്നു, സൈഡിലോട്ട് പാസ് കൊടുക്കുന്നു. പെനാൽറ്റി ബോക്സിന്റെ ഫ്രണ്ടിൽ ബോൺമൗത്തിന്റെ പ്ലെയർ കാത്തു നിൽക്കായിരുന്നു. കറക്റ്റായിട്ട് പാസ് കൊടുക്കുന്നു. ഗോൾ പോസ്റ്റിലായിരുന്നു. റയവരെ ഗോൾ പോസ്റ്റിലില്ല, ഔട്ട് ഓഫ് പോസ്റ്റിലാണ്. ഔട്ട് ഓഫ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ബോള് ബാക്കിലോട്ട് വരുന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുന്നു. പക്ഷെ ഈ ചങ്ങായി കൊടുത്ത് ബാക്കിലോട്ടല്ല ഫ്രണ്ടിലോട്ടല്ല നടുവിലങ്ങോട്ട് കൊടുത്തു, ഗോൾ അടിച്ചു. പക്ഷേ വൈകാതെ തന്നെ ഈ ചങ്ങാതെ അതിനുള്ള പ്രായച്ചിത്വം ചെയ്തു. ഗോൾ ആഴ്സണലിന് വേണ്ടി സമനില നേടി ഗബ്രിയേൽ. കഴിഞ്ഞ കളിയിൽ ഗോൾ അടിച്ചിട്ടായിരുന്നു, ഈ കളിയും ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. ആഴ്സണലിന് വേണ്ടിയിട്ട് ഡിഫൻഡർമാരിൽ ഇംഗ്ലീഷ് പ്രീമിയറിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് സ്കോർ ചെയ്തിരിക്കുന്ന ഈ ചങ്ങായി തന്നെയാണ് ഗോള്. അപ്പോ ചെയ്ത തെറ്റിനുള്ള പ്രായച്ചിത്വം ആ കളി തന്നെ അങ്ങോട്ട് തീർത്തിരിക്കുകയാണ്. പിന്നെ ഡിക്ലൻ റൈസിന് 2 ഗോളും കൂടി ആയപ്പോൾ ആഴ്സണൽ ടോപ്പിൽ 3-1 അവസാനം 80-ാം മിനിറ്റിൽ ഒരു കിടിലൻ ഗോള് ബോൺമൗത്തിന്റെ. കിടിലൻ ഗോള്. റയങ്ങനെ ഡൈവ് ചെയ്യുന്നുണ്ട്. അതിന് മുമ്പ് തന്നെ ഗോൾ പോസ്റ്റിന്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട് ബോള്. അപ്പൊ അങ്ങനെ ഒരു കിടിലൻ മത്സരമായിരുന്നു ആഴ്സണൽ വിസസ് ബോൺമൗത്ത് മത്സരം. ബോൺമൗത്തിന്റെ ഹോം ഗ്രൗണ്ടിലായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ ഇത് ആഴ്സണലാണ്. ഈ സീസണിൽ ആഴ്സണൽ ഇങ്ങനെയാണ് എന്നൊക്കെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പറയലൊക്കെ അവസാനിക്കണമെങ്കിൽ ഒരു 35 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു 3-4 പോയിന്റ് അല്ലാതെ ഒരു 10 പോയിന്റിന്റെ ഡിഫറൻറ്റിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമാണ് ഇവരെ വിശ്വസിക്കാൻ പറ്റുള്ളൂ. എന്തായാലും കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. എന്താ പറയുക, ഇത് ആഴ്സണലാണ് എന്നുള്ള ഒറ്റ കാരണമാണ്. ആസ്റ്റൺ വില്ല അടക്കം പിന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത്. 13 വിജയങ്ങളാണ് ആസ്റ്റൺ വില്ല അവരുടെ ഹോം ഗ്രൗണ്ട് നേടിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം. ആഴ്സണലായിട്ട് ആസ്റ്റൺ വില്ല പരാജയപ്പെട്ടത് ശരിയാണ്. ഫസ്റ്റ് ഹാഫിൽ ഗംഭീര പെർഫോമൻസ് ആണ് ആസ്റ്റൺ വില്ല എടുത്തത്. സെക്കൻഡ് ഹാഫിൽ അവരുടെ മെയിൻ പ്ലെയർക്കൊന്ന് പരിക്ക് പറ്റി പുറത്തുപോയി. പക്ഷെ കളി അതോടുകൂടി തീർന്നു. ചടപടാന്നായിരുന്നു. 4-1 വിജയമാണ് ആഴ്സണൽ സ്വന്തമാക്കിയത്. അപ്പൊ ഇനി മാഞ്ചസ്റ്റർ സിറ്റിയുടെ മത്സരം എന്ന് പറഞ്ഞാൽ നാളെ നടക്കാൻ പോകുന്ന മത്സരം മാഞ്ചസ്റ്റർ സിറ്റിക്ക് നിർണായകമാണ്. മാഞ്ചസ്റ്റർ സിറ്റി ചെൽസിയാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്, ചെൽസിയായിട്ട്. അപ്പോൾ എന്തായിരിക്കും ഇതിന്റെ റിസൾട്ട്? ചെൽസിയുടെ ഇപ്പോഴത്തെ ഫോം വെച്ച് നോക്കുന്ന സമയത്ത് മാഞ്ചസ്റ്റർ സിറ്റി സിമ്പിൾ ആയിട്ട് അടിക്കുന്നുള്ള കാര്യമാണ്. പക്ഷെ ചെൽസിക്ക് ഒരു പ്രശ്നമുണ്ട്. ചിലപ്പോൾ ഏത് കൊലകൊമ്പന്മാരനെയും പോയി വീഴ്ത്തിയിട്ട് വരും. അങ്ങനെയുള്ള വലിയ മത്സരങ്ങളിൽ ചെൽസിയുടെ ആ ഒരു ഹോംവർക്ക് ഉണ്ടല്ലോ, ആ ഒരു ഹോംവർക്ക് ഭയങ്കരമായിട്ട് അവരുടെ പ്ലേയേഴ്സ് ഗ്രൗണ്ടിൽ നടത്തുന്ന കാര്യത്തിൽ അവർ 100% വിജയിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനു മുമ്പ് മത്സരങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ബാഴ്സലോണയായിട്ടുള്ള മത്സരം, അതേപോലെ തന്നെ വേൾഡ് കപ്പിന്റെ ഫൈനലിൽ PSG ആയിട്ടുള്ള മത്സരമൊക്കെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അവർ ആ പ്ലാനിങ്ങോട് കൂടിയിട്ട് വരും. പക്ഷെ മറ്റുള്ള മത്സരങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ബാഴ്സലോണയുള്ള മത്സരം എന്ന് ജയിച്ചോ അന്ന് മുതൽ തുടങ്ങിയ കഷ്ടകാലം തോന്നുന്നുണ്ട്. എന്താണ് ചങ്ങായിമാരെ, കൂടോത്രം എന്തെങ്കിലും ചെയ്തോന്ന് അറിയില്ല. അപ്പൊ തുടങ്ങിയ കഷ്ടകാലമാണ്. വിജയങ്ങളൊന്നും എത്തിപ്പിടിക്കാൻ പറ്റാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ എൻസോ പെരസ് ചങ്ങായ കോച്ചിനെ അവിടെ നിന്ന് പുറത്താക്കിയിരിക്കണം. ഇനിയിപ്പോൾ നാളത്തെ കോച്ച് ആരായിരിക്കും വരെ പറയാൻ പറ്റില്ല. ഇതുവരെയും ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു തീരുമാനം വന്നിട്ടില്ല. അവിടെ മാനേജ്മെന്റിലും കുറെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ സിറ്റിക്ക് കുറച്ച് എളുപ്പമാവുന്നതാണ് വിചാരിക്കുന്നത്. പക്ഷേ സിറ്റി എളുപ്പം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം. ആഴ്സണൽ തലപ്പത്ത് ഇതേ പോയിന്റ് ഗ്യാപ്പിൽ തുടരുകയോ അതോ
ആസ്റ്റൺ വില്ലയെ മറികടന്ന് മാഞ്ചസ്റ്റർ സിറ്റി സെക്കൻഡ് പൊസിഷനിലേക്ക് വരുമെന്ന്. അപ്പോൾ എന്തായാലും കമന്റ് ബോക്സിൽ നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്തുക, ആരായിരിക്കും വിജയിക്കാൻ ചാൻസ് ഉള്ളതെന്ന്. മാഞ്ചസ്റ്റർ സിറ്റി ഓർ ചെൽസി. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.